ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ നമ്മൾക്ക് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കും അല്ലേ? നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അവന് പെൺകുട്ടികളെ ഒന്നടക്കം ഞാൻ നല്ലതായിട്ട് പറയണില്ല. അപ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിലും ഏത് മാരേജ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാണുന്ന, അപ്പോൾ ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി വേറൊരു വ്യക്തിയായിട്ട് പ്രണയത്തിലാവുമ്പോൾ ആ പ്രണയത്തിലാകുന്ന പുരുഷൻ്റെ നല്ല വശങ്ങൾ മാത്രമേ കാണുള്ളൂ അല്ലേ? അപ്പോൾ ആ പുരുഷൻ പ്രണയിക്കുന്ന സമയത്ത് തൻ്റേതായ ചീത്ത വശങ്ങൾ, ചിലപ്പോൾ തൻ്റെ സ്വഭാവത്തിൽ ഒരു ഭാഗം മാത്രം അല്ലേ? നമ്മളിപ്പോൾ ഒരു സീരിയലോ സിനിമയ്ക്കാണെന്ന് നമുക്ക് രണ്ട് പുറം കാണാം. നമ്മൾ ജീവിതത്തിൽ നമുക്കത് സാധിക്കില്ലല്ലോ. അതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അപ്പോൾ പെൺകുട്ടി സ്നേഹിക്കുന്ന സമയത്ത് ആ പുരുഷൻ്റെ നല്ല വശങ്ങൾ മാത്രം ആ പുരുഷൻ പ്രകടമാക്കുള്ളൂ. ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ചിലപ്പോൾ മറ്റൊരു വശം കാണാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു മുഖം കാണാനായിട്ട് പറ്റുള്ളൂ അല്ലേ? പിന്നെ പെൺകുട്ടിക്ക് പ്രണയിക്കുന്ന പുരുഷനെ നമ്മളിനിപ്പോൾ ആ ചെക്കൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ കണ്ടു അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയുടെ കൂടെ കണ്ടു എന്ന് ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കില്ല. കാരണം പ്രണയത്തിന് കണ്ണില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതുകൊണ്ട് മാത്രമല്ല, ഓരോ കാര്യത്തിലും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വന്നു കണ്ടു, നമ്മൾ ജാതകപ്പൊരുത്തം നോക്കുന്നവരാണെങ്കിൽ ജാതകപ്പൊരുത്തം നോക്കി, അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളൊക്കെ പോയി കണ്ടു, അത്രയൊക്കെ തന്നെ നമുക്ക് പറ്റുള്ളൂ അല്ലേ? ചക്കെന്നല്ലല്ലോ ചൂ നോക്കാനായിട്ട് അല്ലേ? പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ യോഗം വിധി അതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ എന്നിരുന്നാലും ഒരുപാട് നമ്മുടെ നാട്ടിൽ നമ്മളല്ലെങ്കിൽ പത്രങ്ങളിൽ ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടുണ്ട് അല്ലേ? സാമ്പത്തികമുള്ള, വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ജോലിയുള്ള പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞിട്ട് അവർക്ക് അവരുടേതായ രീതിയിൽ പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടതായിട്ട് വന്നിട്ട് ജീവനൊടുക്കിയ സംഭവങ്ങൾ, അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന് സ്വന്തം കാലിൽ നിന്ന്, അതായത് അവർക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് പെൺകുട്ടികളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയും ആണെങ്കിലും നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു പെൺകുട്ടീനെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ചിലപ്പോൾ കഴിവിൻ്റെ പരമാവധി ആയിരിക്കാം. ഇന്നത്തെ സ്വർണ്ണവിലയുടെ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതല്ല, എന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സ്വർണം, അതുപോലെ തന്നെ നല്ല ആർഭാടമായിട്ടൊക്കെ കാര്യങ്ങളെല്ലാം നടത്താനായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? പിന്നെ ആൺകുട്ടികളുടെ വിവാഹമാണെന്നുണ്ടെങ്കിലും പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാവും ചടങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ റിസപ്ഷനായിട്ട് നടത്തും. അപ്പോഴും നമ്മൾ മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ആൺകുട്ടിയുടെ ആണെങ്കിലും പെൺകുട്ടിയുടെ ആണെങ്കിലും ചിലവ് തന്നെയാണ്. ചിലവില്ല എന്ന് നമ്മൾ പറയണില്ല. കാരണം പണ്ടത്തെ പോലെയല്ല. ഇന്നിപ്പോൾ നിശ്ചയത്തിന് വളടുക അല്ലെങ്കിൽ ഒരു മാലിട്ട് കൊടുക്കുക, അങ്ങനത്തെ പലവിധ ചടങ്ങുകളും കാണുന്നുണ്ട്. ഓരോരുത്തരും ചെയ്യുന്നത് കണ്ട് ആ ചടങ്ങുകൾ ഓരോരോ രീതിയിൽ മാറ്റങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ അവരവർക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ ഹൽദി, സംഗീതം അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടും എല്ലാം ചിലവ് തന്നെയാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഉണ്ടില്ല എന്ന് ഞാൻ പറയണില്ല. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്വർണം വിവാഹ പന്തലിൽ വെച്ചിട്ട് നമ്മുടെ മകള് അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടി വിവാഹ പന്തലിൽ അണിഞ്ഞു കാണുന്നതും പിന്നീട് നമ്മൾ കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. എന്നോട് പലരും പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീരെ കപ്പാസിറ്റി ഇല്ലാത്തൊരു വീട്ടുകാർ. ഇന്നത്തെ സ്വർണ്ണ വില ഇല്ല കേട്ടോ, 10-15 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ അവർ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് പെൺകുട്ടിക്ക് സ്വർണം കൊടുത്തത്. അപ്പോൾ എന്നോട് പറയാണ്, മോളെ നമ്മൾ കല്യാണ പന്തലിൽ വെച്ചിട്ട് എൻ്റെ മകൾക്ക് എന്താ കൊടുത്തതെന്ന് അപ്പോൾ ആൾക്കാർ കാണുമ്പോഴല്ലേ കാണുള്ളൂ, അല്ലാതെ ഞാൻ പിന്നീട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? പിന്നീട് കൊടുക്കുമ്പോൾ എനിക്കറിയാം, എൻ്റെ മോൾക്കും അറിയാം. പക്ഷേ 4 ആൾ എൻ്റെ മകളെ ഇട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണ പന്തലിൽ വെച്ചിട്ട് കൊടുക്കണ്ടേന്ന് പറഞ്ഞു. ശരിയാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതും ഇല്ലാത്തതും നമ്മൾ കടം മേടിച്ചും വീടിൻ്റെ ആധാരം പണയം വെച്ചും ഒക്കെ സ്വർണം നമ്മൾ കൊടുക്കും. അപ്പോൾ ആ സ്വർണം കൊടുക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭർത്തൃമാതാവോ അല്ലെങ്കിൽ ഭർത്താവോ ആരാണെങ്കിലും അവരുടെ കൈവശത്തിൽ വെക്കും. അവർക്ക് ആവശ്യമുള്ള ഇടാൻ പോലും ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് കിട്ടില്ല. കല്യാണത്തിൻ്റെ അന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഇട്ടുണ്ടാവുക. പിന്നെ അവനവൻ്റെ സ്വർണ്ണം ഏതാണെന്ന് പോലും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നുമില്ല. 2 ദിവസം മുന്നേ പത്രത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ പറഞ്ഞതിൻ്റെ ഇതിൽ നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ടുവിട്ട പത്രത്തിൽ
അപ്പോൾ വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. കാരണം നമ്മളെപ്പോലെ നല്ല ഇന്നുള്ളവർ കാര്യം മുഖത്ത് നോക്കി പറയാം, അല്ലെങ്കിൽ അവനവൻ്റെ മുതലുകൾ സൂക്ഷിക്കാനുള്ള ഒരു കാര്യപ്രാപ്തി ഉള്ള പെൺകുട്ടികളായിരിക്കാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയില്ല. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ വിവാഹം ചെയ്ത് കൊടുത്ത് ആ വീട്ടിൽ ചെന്ന ഉടനെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരെയോ തൻ്റെ സ്വർണം ഏൽപ്പിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയാം. പക്ഷെ ഇന്നും അങ്ങനെ സംഭവിക്കുന്ന കാലം അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഓരോ പെൺകുട്ടിക്കും അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ പറയാന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ചടങ്ങുകളാണ്. ചിലർ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് റിസപ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് പോകുന്നവരുണ്ട്. പിന്നെ നമുക്ക് പിറ്റേ ദിവസം കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങുള്ളവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ചടങ്ങുകളാകുമ്പോൾ നമ്മൾ ഉള്ള സ്വർണം കല്യാണത്തിൻ്റെ അന്നിട്ട അതേ സ്വർണം നമ്മൾ ആ ദിവസം ഇട്ടിട്ട് പോകുമല്ലോ അല്ലേ. ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് ചെല്ലുക. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മര്യാദ കൊടുത്ത് മര്യാദ വാങ്ങുക എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ വീട്ടിൽ നല്ല ചിട്ടയോട് കൂടി വീട്ടിൽ മുതിർന്നവരെ ബഹുമാനിച്ചു കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭർത്താവിൻ്റെ അമ്മയോടനെ ചോദിക്കുക, അമ്മ ഇത് എവിടെ വെക്കുക അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് തന്നോളൂ, ഇവിടെ വെക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ്. അപ്പോൾ ആ അമ്മയ്ക്ക് പറയാം, ഇവിടെ ലോക്കറില്ല, നിങ്ങളുടെ വീട്ടിൽ ലോക്കർ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചോളൂ, ഇപ്പോൾ ഈ ചടങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വെച്ചോളൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് വിശ്വസിച്ച് കൊടുക്കുന്ന പെൺകുട്ടികളുണ്ട്. അല്ല, നമ്മൾ ചെന്ന ഉടനെ നമുക്ക് ചിലപ്പോൾ അവിടെ അലമാറില്ല അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ അമ്മയെ ഏൽപ്പിക്കുന്ന പതിവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് വരിക വെച്ചാൽ ആ കുട്ടിയുടെ കൈവശം കൊടുക്കാം. അത് കൊടുക്കാത്തവരുണ്ട്. പിന്നീട് ഈ കുട്ടി കാണുമ്പോൾ ചിലപ്പോൾ അതിലത്തെ പല സ്വർണ്ണങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഏതൊക്കെ പോയെന്നും കൂടി ചിലപ്പോൾ അറിയാത്തൊരവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും എന്നറിയോ, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിലവിന് വേണ്ടി എടുത്തതല്ല, നിൻ്റെ ഭർത്താവിന് കടങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിന് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ളതാണ്, ഞങ്ങളാരും നിൻ്റെ സ്വർണം തൊട്ടിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവിടെയാണ്. രണ്ടാമത് അവരെന്ത് പറയും, ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ കല്യാണ സമയമൊക്കെ ആയിട്ട്, അപ്പോൾ അതിനെടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലൊന്നും പറയണ്ട, ഞങ്ങൾ 2 മാസത്തിനുള്ളിൽ തിരിച്ചെടുത്ത് തരാം, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി പുതുമോടിയാണ്, നമ്മൾ ചെന്ന് കയറിയ വീടാണ്, നമ്മുടെ അച്ഛനും അമ്മയെ പോലെ തന്നെ കരുതണം, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പോയി അല്ലെങ്കിൽ ഞാൻ ഇവിടെയല്ലേ ജീവിക്കേണ്ടത് എന്ന ചിന്താഗതിയോട് കൂടി ജീവിക്കും. അങ്ങനെ ചിന്തിക്കുന്നവർ വീട്ടിൽ പറയാതെ ശരി 2 മാസത്തിനുള്ളിൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് അവരെടുത്ത് തരാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ പെൺകുട്ടി അറിയിച്ചില്ല, അല്ലെങ്കിൽ പെൺകുട്ടിയോട് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് സ്വർണ്ണം എടുത്തിട്ടുണ്ടാവുള്ളൂ, പിന്നീട് ബാക്കി ചിലപ്പോൾ അതൊന്ന് പിന്നെയും എടുത്തിട്ടുണ്ടായിരിക്കും. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് ഈ സ്വർണം ഉപയോഗിക്കുന്നവരുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ അറിവിലുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ഇങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടവരും ഉണ്ട് കേട്ടോ. എന്തിനാ നമ്മൾ അധികം പറയുന്നത്, പല കഥകളും നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടില്ലേ, വിസ്മയ, അതുപോലെ തന്നെ ഇതിന് മുൻപ് ഉത്ര, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ കഥകൾ. അപ്പോൾ നമ്മുടെ മുന്നിൽ സ്വർണം വേണ്ട, നിങ്ങൾ എന്താ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുത്തോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ളത് നിങ്ങൾ കൊടുത്തോളൂ, ഞങ്ങൾ നിങ്ങളുടെ സ്വർണം കണ്ടിട്ടല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുക. പക്ഷേ അവർക്കെല്ലാം ആവശ്യം സ്വർണം അല്ലെങ്കിൽ വാഹനങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികവും തന്നെയാണ് കേട്ടോ. നമ്മൾ കൊടുത്തും കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മടിയും കൂടാതെ അവർ മേടിച്ചും കൊണ്ടിരിക്കും, അതിനൊന്നും അവർക്ക് മടിയില്ല. അപ്പോൾ അത് ഇനിയിപ്പോൾ വിവാഹം ചെയ്ത പുരുഷനായിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരായിക്കോട്ടെ അതിനൊന്നും അവർക്ക് മടിയില്ല. പക്ഷെ അവർക്ക് അവരുടെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്, അതായത് മകളെ വിവാഹം ചെയ്യുന്ന ചെറുപ്പക്കാരിൽ നിന്നും ഇങ്ങോട്ട് വാങ്ങാനായിട്ടും നല്ല കഴിവുള്ള ആൾക്കാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോടതിയുടെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, നമ്മൾ കാലം പുരോഗമിച്ചു, അല്ലെങ്കിൽ ഇന്ന് വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ തങ്ങളുടെ സ്വർണം സൂക്ഷിക്കാനുള്ള കഴിവുണ്ട്, ഭർത്താവിനെയോ ഭർത്തൃ വീട്ടുകാരെയോ ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞാലും 100-ൽ ചിലപ്പോൾ 50% അങ്ങനെ നടക്കണ്ടായിരിക്കും. ബാക്കി 50% എന്തായാലും ഇതുപോലൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അതിനൊന്നും മാറ്റങ്ങളില്ല കേട്ടോ.
അപ്പോൾ ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയത് കാരണം സ്വർണത്തിൻ്റെ അളവ് നമ്മൾ കുറച്ച് കൊടുക്കണുള്ളൂ വെച്ചാലും ഞാൻ പറയാണ്, ഇന്ന് ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ജീവിക്കാനായിട്ട് നമ്മൾ സ്വർണം തന്നെ കൊടുക്കണം എന്നില്ല. സ്വർണ്ണം ഇപ്പം എന്തായാലും ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലക്കടിച്ചിട്ട് പൊട്ടിച്ചു കൊണ്ടുപോകും, നമ്മുടെ ജീവൻ നഷ്ടത്തിലാവും. ഇല്ലെങ്കിൽ നമ്മുടെ ചെവി മുറിച്ച് കൊണ്ടുപോകണ പോലെ ഒരു മൂക്കുത്തിക്ക് വേണ്ടിയിട്ട് കൊലപാതകം നടത്തിയത് കണ്ടു അല്ലേ? ഒരു ചെറിയൊരു മൂക്കുത്തി കിട്ടാനായിട്ട് 1 ഗ്രാം എത്രയാണുള്ളത് പത്രത്തിൽ വായിച്ചു, അത് കിട്ടാനായിട്ട് ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണം, മാല, വള എന്തായാലും ഒക്കെ ഇട്ട് നടക്കാൻ ഇന്നത്തെ കാലത്ത് പേടിക്കന്നെ വേണം അല്ലേ? അപ്പം നമ്മളത് നമ്മൾ സ്വർണ്ണം എടുത്തു കൊടുത്താലും സ്വർണം ഒരു മുതൽക്കൂട്ടാണ്. കാരണം വില കൂടുന്നതനുസരിച്ച് നമുക്ക് പണയം വെക്കാനോ പലവിധ കാര്യങ്ങളെ കൊണ്ട് നമുക്ക് സ്വർണം കൊണ്ട് ഉപകാരമാണ് എന്ന് സമ്മതിച്ചു. പക്ഷെ നമ്മൾക്കുള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അപ്പം എന്ത് ചെയ്യാം, നമ്മൾ അതിനുള്ള അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പണം നമ്മുടെ പെൺമകളുടെ പേരിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആ പലിശ മതി ജീവിക്കാനായിട്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യായിരിക്കും നല്ലത്. സ്വർണം കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ സാമ്പത്തികമായി പണമായിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അല്ല, നമ്മൾ ജോലിയൊക്കെ സമ്പാദിച്ച പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ ജീവിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ജീവിക്കട്ടെ. വിവാഹം അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പെൺകുട്ടികൾ, ഒരുപാട് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന തീരുമാനത്തിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കൊണ്ടും ഭർത്തൃ വീട്ടിലെ പീഡനം, ഭർത്തൃ വീട്ടിൽ ഒരുപാട് അവഗണനകളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടതായിട്ട് വരുന്ന കുട്ടികൾ, അങ്ങനെയൊക്കെ ജീവിച്ച ഓരോരുത്തരും കഥകൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതും നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ കാണപ്പെടുന്നതുമായ പല കാര്യങ്ങളെ കൊണ്ടും ഒരുപാട് പേര് വിവാഹം വേണ്ട എന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്ത് കോടതി വിധി വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ നിയമങ്ങൾ നമുക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞാലും നമുക്ക് പലപ്പോഴും നമ്മൾ നിസ്സഹായാവസ്ഥയിൽ നമ്മൾ പലതും നോക്കി നിന്ന് കാണാൻ തന്നെയാണ് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളതെല്ലാം നോക്കി കാണാൻ അല്ലെങ്കിൽ അതെല്ലാം അനുഭവിച്ച് പോകാൻ തന്നെയാണ് പറ്റുള്ളൂ. പലരെയും പല അവസ്ഥയിലും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരെയും കഥകൾ കേട്ടിട്ടുണ്ട്. വിവാഹ ചെലവ് എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെ തന്നെയാണ് ചെലവുകൾ എല്ലാവർക്കും ഒരുപോലെ. ആർഭാടമായിട്ട് വിവാഹം നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീക്കും പുരുഷൻ്റെയും വീടുകളിലേക്ക് ചെലവുകളുണ്ട്. പിന്നെ സ്ത്രീക്ക് കൂടുതലായിട്ട് വരുന്നത് ഈ സ്വർണത്തിൻ്റെ ചെലവുമാണ്. അപ്പോൾ നഷ്ടം അവർക്ക് തന്നെ. സ്ത്രീയുടെ ജീവിതം പോയി, മാനസികമായും ശാരീരികമായും എന്താ പറയുക, ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതുപോലെ തന്നെ അവനവൻ്റെ സ്വർണം നഷ്ടപ്പെടും. അപ്പം നഷ്ടം സ്ത്രീക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, പെൺകുട്ടികളെ മുഴുവൻ ഞാൻ ഒന്നടക്കം നന്നായിട്ട് പറയല്ല, പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അത് എന്തൊക്കെ നിയമം എങ്ങനെയൊക്കെ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ശരി വച്ചാലും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊക്കെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് പെരുമാറുന്നതനുസരിച്ച് നമുക്കറിയുള്ളൂ അല്ലേ? നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് സംസാരിച്ച് ആ സംസാരത്തിൽ നമ്മുടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ മനസ്സിലൊന്ന് വെച്ച് വേറെ രീതിയിലല്ല പെരുമാറുക. അപ്പോൾ അതുപോലെ മറ്റൊരു വ്യക്തി എന്ന് ചിന്തിക്കും. പക്ഷെ അല്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരായിട്ട് അടുത്തിടപഴകുമ്പോഴാണ് നമുക്കറിയുള്ളൂ. നമ്മളങ്ങനെ ഇടപഴകണ സമയത്താണ് ഇടപഴകുമ്പോഴും നമുക്കറിയില്ല. പക്ഷെ എന്തെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് അവരായിട്ട് ഒത്തൊരുമിച്ച് പോകേണ്ടി വരുന്ന സമയങ്ങളിലാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അതായത് നമ്മുടെ ആൺമക്കൾ വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന പെൺകുട്ടികളുണ്ട്. അവരുടെ സ്വർണം എത്ര ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ നമ്മൾ അന്വേഷിക്കാറില്ല അല്ലേ? അവർക്ക് കിട്ടിയ സ്വർണം അവർക്ക് എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ചേക്കുന്നത്. നമ്മൾ അവരോട് സ്വർണത്തിൻ്റെ അളവോ അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതോ നമുക്കറിയില്ല. അപ്പം അതുപോലെയാണ് മറ്റൊരു വീട്ടിലും നമ്മൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന പെൺകുട്ടികളുടെ സ്വർണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ തൂക്കം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ സ്നേഹവും സന്തോഷവും സമാധാനവും കൊടുത്ത് ജീവിച്ച് കൊണ്ടുപോകും. അതിനുശേഷം ഓരോന്നായിട്ട് ഊരി വാങ്ങുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഇത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന്, അതുകൊണ്ട് പങ്കുവെച്ചു എന്ന് മാത്രം. ഇത് ഒരിക്കലും ഇങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അല്ല, ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ഈ രീതിയിൽ അനുഭവങ്ങളുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ മകളുടെ ജീവിതവും പോയി ഇനി എന്താന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് പേര് മിണ്ടാതിരിക്കും.
സംഭവിക്കും. കുറച്ച് പേര് അതിനെക്കുറിച്ചിട്ട് ആരോടൊന്നും പറയാതെ ജീവിച്ചു പോകും. അതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഉണ്ട് എന്ന് പറഞ്ഞാലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. 100-ൽ 100 പേർക്ക് ഇല്ല എന്നുണ്ടെങ്കിലും 50 പേർക്കെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ബാക്കി 50 പേര് നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും എൻ്റെ ഭർത്താവ് എൻ്റെ കാര്യങ്ങൾ എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാം, നന്നായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം അവർ അവരുടേതായ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരാകുമ്പോൾ പിന്നെ പറയും വേണ്ട. അപ്പം അങ്ങനെ ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ പ്രശ്നമില്ല, അല്ലാത്തവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെച്ച ഈ ഒരു കാര്യം നിങ്ങളുടെ അനുഭവത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു അനുഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഉറപ്പാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.